You are watching Amruta TV. ഇത്രയും വലിയൊരു ആളാണ് ലൈഫിലേക്ക് വരുന്നതെന്ന് അറിയായിരുന്നു. അതോ ഇതിലേക്ക് വന്ന സമയത്ത് പിന്നെ മോർണിംഗ് ഷോ അതിൻ്റെ ലൈനറാണെന്നുണ്ടെങ്കിൽ യു ആർ വാച്ചിങ് അമൃത ടി വി എന്നായിരിക്കും ഒരു മോർണിംഗ് ഇത് വരിക. ഒരു മിഡ് മോർണിംഗ് കുക്കറി ഷോ അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ യു ആർ വാച്ചിങ് അമൃത ടി വി. ഒരുപാട് വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒപ്പം അഭിനന്ദനങ്ങൾ ഒക്കെ കേട്ടതാണ്. ഞാനൊരു വയസ്സനാണ്, ഞാനൊരു കൊച്ചുപെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, ഞാൻ എന്തെല്ലാവോ ഞാൻ ചെയ്യുന്നു എന്നുള്ള തെറ്റിദ്ധാരണയുള്ള വയസ്സായ റെസ്പെക്റ്റബിൾ പീപ്പിൾ എന്ന് വെച്ചാൽ ഒരു കാശിനും കൊള്ളാത്തവർ. രണ്ടാമത്തെ ഒരു തരം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാമൂളികൾ എന്ന് പറയും. ഇങ്ങനെ അനുസരിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഈ ഇങ്ങനൊരു കമൻ്റ് ഇട് എന്ന് പറയുമ്പം ആ കമൻ്റ് ഇടുന്ന തൊഴിലാളികൾ, കമൻ്റ് തൊഴിലാളികൾ കുഞ്ഞുമോളായിട്ടിരിക്കട്ടെ, ഞാനായിട്ടിരിക്കട്ടെ, മക്കളായിട്ടിരിക്കട്ടെ, ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന ആ ഒരു പാത്തിൻ്റെ പേരല്ലേ ഫാമിലി. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ അതിഥികളായുള്ളത് അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറുമാണ്. സ്വാഗതം രണ്ടുപേർക്കും. നമസ്കാരം. നമുക്കറിയാം, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്ന വിവാഹം അതിനുശേഷം ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നല്ലേ, 1.5 വർഷത്തോടെ അടുക്കുന്നു. ഇപ്പോഴും ആദ്യം കണ്ട അതേ സന്തോഷത്തോടെ, സ്നേഹത്തോടെ നിങ്ങളെ ഇന്നും കാണാൻ പറ്റുന്നതിൽ വലിയ സന്തോഷം. എങ്ങനെ പോകുന്നു ജീവിതം? നന്നായിട്ട് പോകുന്നു. ലൈഫ് കഴിയും തോറും, അതായത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ നമുക്ക് അതിൻ്റെ ആസ്വാദനത്തിൽ ബെറ്റർമെൻറ്റ് ഉണ്ടാവണം എന്നൊരു ആഗ്രഹം നമുക്കെപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ചേച്ചിക്ക് എന്താണ് കൂടെ കൂടിയതിന് ശേഷം വന്ന മാറ്റം? എനിക്കൊരു മാറ്റം ഇല്ലെന്ന് തോന്നുന്നു. പണ്ടത്തെ പോലെ തന്നെയാണെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഐ തിങ്ക് നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഒരാൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു ഇറിറ്റേഷൻ ആവില്ലേ? അതായത് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറി, ഞാൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ തൽക്കാലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഫ്രസ്ട്രേഷൻ വരും. അതിനേക്കാളും കുഞ്ഞുമോളായിട്ടിരിക്കട്ടെ, ഞാനായിട്ടിരിക്കട്ടെ, മക്കളായിട്ടിരിക്കട്ടെ, ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന ആ ഒരു പാത്തിൻ്റെ പേരല്ലേ ഫാമിലി. അല്ല, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. സ്വഭാവം മേലെ കുറച്ച് എല്ലാവരും എൻ്റെ അടുത്ത് പറയും, കുറച്ച് എന്താണ് ഏട്ടൻ കുറച്ച് എല്ലാം പക്വതയോടുകൂടി സംസാരിക്കുമല്ലോ. എനിക്കത് പറ്റൂല. ഇപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എൻ്റെ എന്തെങ്കിലും ചെറിയൊരു ഒന്നും പിടിച്ചു നിർത്താനോ അങ്ങനെ ഒന്നും പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പം ഉണ്ടെങ്കിൽ അപ്പം പ്രകടിപ്പിക്കാൻ എനിക്കറിയുള്ളൂ. പിന്നെ ഈ ഓട്ടവും ചാട്ടവും കുട്ടിക്കളിയൊക്കെ അത് മരണം വരെ ഉണ്ടാവും. അത് മാറ്റാൻ പറ്റില്ല. ചേട്ടാ അത് കൈകാര്യം ചെയ്തു, അതാണ് ഞാൻ നോക്കിയത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയില്ല, അത് നമുക്ക് ചില സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ചില സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ലൈഫിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കണ്ടേ പറ്റൂ. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് ഓരോന്നും ഓരോ ലേണിംഗ് ആണ്. ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞുമോള് എന്തെങ്കിലും രീതിയിൽ ഒരു ഇമോഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളത് അറിയാം. ഇതായിരിക്കും കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതെപ്പോഴും സത്യമാവണമെന്നില്ല, അത് ഒരു റീസൺ ആവാം. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒപ്പം അഭിനന്ദനങ്ങൾ ഒക്കെ കേട്ടതാണ്. അതിന് ജീവിതം കൊണ്ടുള്ള മറുപടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഈ കുറ്റം പറയുന്ന ആൾക്കാർ 2 തരത്തിലുള്ള ആൾക്കാരാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഞാനൊരു വയസ്സനാണ്, ഞാനൊരു കൊച്ചുപെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി, ഞാൻ എന്തെല്ലാവോ ഞാൻ ചെയ്യുന്നു എന്നുള്ള തെറ്റിദ്ധാരണയുള്ള വയസ്സായ റെസ്പെക്റ്റബിൾ പീപ്പിൾ എന്ന് വെച്ചാൽ ഒരു കാശിനും കൊള്ളാത്തവർ. അപ്പോൾ ആ റെസ്പെക്റ്റബിൾ പീപ്പിൾ അവർ തോന്നിവാസം പറഞ്ഞും ചീത്ത പറഞ്ഞും ഫേസ്ബുക്കിൽ അവരുടെ തനിഗുണം കാണിച്ചും അവരുടെ കുടുംബത്തിൻ്റെ ചീത്തപ്പേരുണ്ടാക്കിയും ജീവിക്കുന്നു. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. രണ്ടാമത്തെ ഒരു തരം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പേഴ്സണലി ഒരു വെൻഡേറ്റ അല്ലെങ്കിൽ ഒരു വെഞ്ചൻസ് ഉള്ള ആൾക്കാർ. അത് എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ആൾക്കാരാവാം, കുഞ്ഞുമോളുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ആൾക്കാരാവാം. അവർ പറഞ്ഞു കൊടുത്ത് ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ജീവിക്കുന്ന ഇറാമൂളികൾ എന്ന് പറയും. ഇങ്ങനെ അനുസരിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഈ ഇങ്ങനൊരു കമൻ്റ് ഇട് എന്ന് പറയുമ്പം ആ കമൻ്റ് ഇടുന്ന തൊഴിലാളികൾ, കമൻ്റ് തൊഴിലാളികൾ. അങ്ങനെ നിങ്ങളെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണോ? ഉണ്ട്, ഷുവറായിട്ടുണ്ട്. അതൊക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരാളുടെ ലാംഗ്വേജും അയാളുടെ എന്താണ് അവർ എഴുതുന്നത്.
പേഴ്സണലി നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഒരാൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ആരാന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതത്ര നമ്മൾ ചോറ് കഴിക്കണമല്ലേ. അവർക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ടോ? ഞാൻ കുറേ കൊടുത്ത് എനിക്ക് മതിയായി. ഇപ്പം ഞാൻ എല്ലാവരും ബ്ലോക്ക് ചെയ്തങ്ങ് വിടും, റിപ്പോർട്ട് അടിച്ച് വിടും, ഇത്രയേ ഉള്ളൂ. വന്നിപ്പോൾ എന്താണ് എൻ്റെ നാട്ടിലത്തെ സംസാര രീതി എന്താണെന്ന് എനിക്കറിയാം, എന്തൊക്കെ വേർഡ്സുകൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് എനിക്കറിയാം. ഇപ്പം ഇവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ കണ്ണൂർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നത് തന്നെയാണ്, ഇത് ആരുടെ ആൾക്കാരാണ് എന്നൊക്കെ എനിക്കറിയാം. എൻ്റെ അമ്മയുടെ പേര് പോലും മറക്കാതെ കണ്ട് എഴുതിയിട്ട് അമ്മക്ക് വരെ മോശം രീതിയിൽ പറഞ്ഞ ഒരുപാട് വ്യക്തികളുണ്ട്. ഇവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് മോർ റെപ്പിറ്റേറ്റീവ്. ഇവരുടെ സ്വഭാവം ഇതാണെന്ന് അവരുടെ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ബിക്കോസ് ഇവരിത്രയേ ഉള്ളൂ, അവരുടെ ക്വാളിറ്റി അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ബെറ്റർ തിങ് ടു ഡൂ ഇസ് ടു ഇഗ്നോർ ഇറ്റ്. ഞാൻ കമൻറ്റ്സ് വായിക്കാറില്ല. എഴുതുന്ന ആൾക്കാർ അവരറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ വായിക്കാറില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. വായിക്കാൻ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്, അതിനിടയ്ക്ക് ആരെങ്കിലും ഈ ചവറ് വായിക്കുമോ? അല്ല, എന്ത് വീഡിയോസ് ഇട്ടാലും ഇത് തന്നെയാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമില്ല, ഒരു പാട്ട് പാടി ഞാൻ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ ഇട്ടാലും തെറിക്ക് കുറവൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ജിമ്മിൻ്റെ ഇനോഗ്രേഷൻ ടൈമിൽ ഒരു ലേഡി ഫുള്ളായിട്ട് അവർ പ്രോപ്പർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളതാണ് വന്നിട്ട് അവർ ഈ മസിൽ ഇത് ചെയ്യുന്നത് കാണിക്കുന്ന അങ്ങനത്തെ ഒരു വീഡിയോ, അതിലും പൊളിച്ച തെറി എഴുതി അതിന് റിവ്യൂ ചെയ്ത ഒരാൾ കമൻറ്റ്, ഐ ഡോണ്ട് നോ വേ വി ആർ ഹെഡിങ് ടു. കാരണം നല്ല പണി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവരെയും ചീത്ത പറയാനും കുറ്റം പറയാനും, ഇതല്ലാതെ നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു ആൾക്കാർ. സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവും ഒരു പക്ഷേ പോസിറ്റീവും ഒരുപോലെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം ഇപ്പം ഈ പറഞ്ഞ പോലെ കമൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, അതൊരു സൈഡാണ്. പക്ഷേ നല്ല സൗഹൃദങ്ങൾ അത് കാരണമായിട്ടുണ്ടോ ഈ ഒരു പബ്ലിസിറ്റിയിലൂടെ? സൗഹൃദങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് അല്ലേ നമ്മളെ ഒരു ടീച്ചറായിരുന്നു, ഇപ്പം സ്വന്തം ചേച്ചിനെ പോലെ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്. അറിയാത്ത ആളുകൾ നിങ്ങളുടെ ഈ വീഡിയോസ് കണ്ട് അങ്ങനെ ചേച്ചി അങ്ങനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി വിളിക്കാൻ വന്നു. ഇപ്പം ആ ടൈം തൊട്ടിട്ട് ഈ സമയം വരെ എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയമ്മ പോലെ ഒരു ചേച്ചിയെ കിട്ടി, ബിന്ദു ടീച്ചർ എന്ന പേര്. നമ്മൾ ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദി ഇന്ത്യൻ സിസ്റ്റം, നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വിധി എന്ന് പറയുന്നത്, നമ്മളെല്ലാം മോശം കാര്യത്തിനാണ് വിധി എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല. വിധി എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന കാര്യം നടക്കണം എന്ന് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത്. അതായത് അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ലൈഫിൽ കണ്ടില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള പല ആൾക്കാരും ബൈ ചാൻസ് വന്ന ആൾക്കാരാണ്. അത് ചാൻസ് ആണോ ചോദിച്ചാൽ ചാൻസ് അല്ല, ഇറ്റ് വാസ് മെൻറ്റ് ടു ബി സോ. അങ്ങനെയുള്ള ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന, നമ്മൾ സംസാരിക്കുന്ന, അത് വളരെ ക്ലോസ് ബന്ധമായി മാറുന്ന, അവരെ വേർപിരിഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത അത്രയും നമുക്ക് ഒരു ലൈഫ് മുന്നോട്ട് പോകുന്ന രീതിയാണ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ഏപ്രിൽ 18, 19, 20 3 ദിവസം ഷെഡ്യൂൾ വർക്ക് ചെയ്യാൻ വന്നിട്ട് അടുത്ത ഷെഡ്യൂൾ തൊട്ട് ഡേറ്റ് ക്ലാഷ് പോലുമായി, പിന്നെ ആ സീരിയലേ ഇല്ലാതെ അത് റീപ്ലേസ്ഡ് ആയി കഴിഞ്ഞ ഒരാളാണ് ഇതായിരിക്കുന്നത്. വിധിയല്ലേ? ഞങ്ങൾ 3 ദിവസം അല്ല, വിധി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അതാണ്. നിങ്ങൾ എല്ലാവരും വിധീനെ ചീത്തയായിട്ടാ പറയുന്നത്. ഞാൻ പറയുന്നു നല്ലത് സംഭവിക്കുന്നത് നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. വിധി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കണ്ടിരിക്കും. അന്ന് ഷൂട്ടിങ്ങിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ഫാദർ സിൻഡ്രോം, പല അച്ഛന്മാരുള്ള സ്വഭാവം കാണിക്കുന്ന ഈ കമൻറ്റ് തൊഴിലാളികൾ ഒഴിച്ച് നല്ല പറയുന്ന ആൾക്കാർ, ചിന്മയ വിദ്യാലയയിലെ ഒരു 70 വയസ്സായ മാം പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് ഞങ്ങളെ സപ്പോർട്ട് പറയുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന്, കാസർഗോഡ് നിന്നും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നും പല സ്ഥലത്തു നിന്നും ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നു. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ, അമ്പലങ്ങളിലായാലും അല്ലെങ്കിൽ ഫിലിമിനോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ പോകുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ, അവരുടെ റെസ്പോൺസ് ഒത്തിരി സന്തോഷമുണ്ട്. ബിക്കോസ് ആസ് ആൻ ആക്ടർ, ആസ് എൻ ആക്ട്രസ് ഞങ്ങൾക്ക് കിട്ടുന്ന റെക്കഗ്നിഷനേക്കാളും കൂടുതൽ ഞങ്ങൾ കല്യാണം കഴിച്ചതിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഈ കമൻറ്റ് പറയുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ സാർ ആരാണെന്ന് പോലും അറിഞ്ഞിടാത്ത ആൾക്കാരായിരിക്കും പറയുന്നത്. ഇപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ്റെ SD ഫൗണ്ടേഷൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഈ മുത്തശ്ശനാണ്, സീരിയൽ മുത്തശ്ശനാണെന്ന് അറിയാം. അത് കഴിഞ്ഞ് എൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അവർ
കുറേ പേരൊക്കെ സംശയം ഇത്രയൊക്കെ ഉണ്ടോ. അപ്പം അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ സ്റ്റുഡൻസ്, ഗോഡ് ബ്ലെസ് ദം ഓൾ. അവർ വന്നിട്ട് അവർ പറഞ്ഞ ഫീഡ്ബാക്കിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനൊരു ക്ലാസ് പ്രതീക്ഷിച്ചില്ല, ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. അതേപോലെ ചേർത്തലയിലൊരു സ്കൂളിൽ IAS ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സുദീപ് സർ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാം, അതിൻ്റെ പ്രോഗ്രാമിൽ ക്ലാസ് കഴിഞ്ഞപ്പം അവർക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞിട്ടൊരു കൈപ്പട എഴുതിയ ഒരു ലെറ്റർ സ്കാൻ ചെയ്ത് വാട്സാപ്പിൽ കാണുമ്പോൾ അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഈ കമൻറ്റ് ചെയ്യുന്നവർക്ക് അത് അറിയേണ്ട കാര്യമില്ല, അവർക്ക് ചീത്ത വിളിക്കണം എന്നേ ഉള്ളൂ. അത് ചീത്ത വിളിക്കണം മെയിൻലി അവർക്ക് എങ്ങനെയെങ്കിലും ചീത്ത വിളിക്കണം എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റാണ്, ഡോക്ടറാണ്, തെറാപ്പിസ്റ്റാണ്, അങ്ങനെ ഒരുപാട് ആരാണ് എന്ന് പറയുന്നതിനെക്കാളും ആരല്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കിപ്പം ഒരു കോഴ്സ് എടുത്ത് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ നിന്ന ആളുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഒന്ന്, ഒരു കോഴ്സ് എടുത്ത് അത് സക്സസ് ആക്കാൻ ബുദ്ധിമുട്ടാക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, വേറെ ആർക്കും വേണ്ടി ചെയ്യരുത്. സ്വയം എനിക്ക് എൻ്റെ ജീവിതം ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്ന് ബോധ്യമുള്ള സമയത്ത് മാത്രമേ കോഴ്സ് എടുക്കാവൂ. അതുകൊണ്ട് ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മളൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. അവരവർ തന്നെ തീരുമാനിക്കണം, ആൻഡ് ദേ ഷുഡ് ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ്. 2, അത് ഡൗട്ട് ചെയ്ത് നമ്മൾ ചെയ്യരുത്, എൻജോയ് ചെയ്ത് ചെയ്യണം. തോറ്റാലും ജയിച്ചാലൊക്കെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. എൻജോയ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. ഇപ്പോൾ ഞാൻ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൂടെ ഒരിക്കൽ ശ്രീലങ്കയിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. എൻ്റെ പ്രെപ്പ് ടൈമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഷോർട്ട്, എനിക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഐ സ്റ്റാർട്ട് എൻജോയിങ് ഇറ്റ്. അത് കാണുമ്പം എനിക്ക് അതിലുള്ള കൺവിക്ഷൻ, ആ സബ്ജക്റ്റിലുള്ള കൺവിക്ഷൻ അവിടെ ജഡ്ജ് ചെയ്യുന്നവർക്കും അറിയാം. അപ്പോൾ ദേ ഓൾസോ എൻജോയ് ഇറ്റ്. അപ്പോൾ അവരും അത് ഒരു സെമിനാർ പേപ്പർ പ്രസൻറ്റേഷനൊന്നും ആയിരിക്കില്ല, ഒരു ആക്റ്റീവ് ഡിസ്കഷൻ ആയിരിക്കും. അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് ലൈഫിൽ നന്നായി വരും. അപ്പോൾ ഇത് ഒരു കണക്ടിവിറ്റി പറയുകയാണെങ്കിൽ, ഞാൻ എയർഫോഴ്സിൽ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. എക്സാം എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പം വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞത്, ശരി, ഐ അക്സെപ്റ്റ് ദെയർ എക്സ്പീരിയൻസ്. അങ്ങനെ എൻജിനീയറിംഗ് എടുത്തു. അപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എയർ പൊല്യൂഷൻ അത് പഠിക്കണം, അങ്ങനെ PGDPM ചെയ്തു. കോഴ്സ് കഴിയുമ്പോൾ തന്നെ പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊന്നും അല്ല വർക്ക് ചെയ്തത്, ഞാൻ മാർക്കറ്റിങ്ങിലൊക്കെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്കതൊരു സുഖം തോന്നിയില്ല. അങ്ങനെ IT-യിലേക്ക് തിരിഞ്ഞു, വെബ് ഡിസൈനിങ്ങും പ്രോഗ്രാമിങ്ങും. അത് ഇല്ല, ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ എനിക്കതിന് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് വെച്ചേ പറ്റൂ. അങ്ങനെ റേഡിയോയിലേക്ക് തിരിഞ്ഞ്, അതിനിടയ്ക്ക് ടെലിവിഷൻ ഷോസൊക്കെ ചെയ്തിരുന്നു, റേഡിയോയിലേക്ക് തിരിഞ്ഞു. അപ്പോഴും പഠിക്കാനുള്ള ആഗ്രഹത്തിൽ പണ്ട് സ്കൂളിൽ തോമസ് ജോസഫ് സാറ് പറഞ്ഞ സൈക്കോളജിനെ കുറിച്ചുള്ള ആ താല്പര്യം, MSc കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് ഇമോഷൻ ഇൻ്റലിജൻസ്, TA, ഹിപ്നോതെറാപ്പി ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ പഠിച്ചു പോയി. അത് പ്രാക്ടീസ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പം ലീഗൽ ഇഷ്യൂസ് ആൾക്കാർക്കുണ്ടെന്ന് അറിഞ്ഞു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ലോയറായിരുന്നു, വലിയച്ഛൻ ലോയറായിരുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പഠിച്ചുകൂടാ? അങ്ങനെ LLB പഠിച്ചു, ഇന്നും പഠിച്ചോണ്ടിരിക്കുന്നു. ഇപ്പോൾ LLM എക്സാം മാത്രമാണ് ക്ലിയർ ചെയ്യാനുള്ളത്. അത് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. 1-2 സിനിമയുടെയും സീരിയലിൻ്റെയും വർക്ക് കാരണം എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതേമായിട്ട് അല്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു, കുഞ്ഞുമോക്ക് ഒരു കഞ്ഞിക്കട തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നാൽ ശരി, ഞാൻ തന്നെ ഷെഫാവാന്ന് പറഞ്ഞ് ഇപ്പോൾ പഠിക്കുന്നു. ഞാൻ കൾനറി ആർട്സ് പഠിക്കുന്നു, ഇപ്പോൾ ഡിപ്ലോമ പഠിക്കുകയാണ്, 1 ഇയർ ഡിപ്ലോമ പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്നത് എൻ്റെ താല്പര്യമാണ്. എക്സാംസ് ഓർ ആ ഒരു ത്രിൽ, എനിക്കൊരു വലിയൊരു സ്പെഷ്യൽ ഡ്രൈവായിട്ടാണ് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കും. ചേച്ചിനും കൂടെ അതിലേക്ക് ഏതെങ്കിലും കോഴ്സിലേക്കൊക്കെ? ഞാൻ കഞ്ഞീൻ്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, കഞ്ഞി വെക്കാൻ എനിക്കറിയാം. ബാക്കിയുള്ള സംഭവം അതങ്ങോട്ട് പഠിച്ചു കൊടുത്താൽ ഏട്ടൻ പഠിച്ചോളൂ. അപ്പോൾ ഇത്രയും വലിയൊരു ആളാണ് ലൈഫിലേക്ക് വരുന്നതെന്ന് അറിയായിരുന്നു, അതോ അറിയില്ല? എന്താണ് അറിയായിരുന്നത് ലൈഫിലേക്ക് വന്ന സമയത്ത്? പിന്നെ ഓരോന്നിങ്ങനെ എനിക്കിപ്പോൾ മീൻസ് അതൊന്നും, അയ്യോ, ചില സമയത്തൊക്കെ അയ്യോ ഇത്രയും വലിയൊരാളല്ലേ. ചില സമയത്തൊക്കെ നമ്മൾ 1-2 പറഞ്ഞ് ചില സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ നിന്നാലും ഏട്ടൻ വരില്ല, ഏട്ടൻ മിണ്ടാൻ വരില്ല, ഞാൻ തന്നെ അങ്ങോട്ട് പോകും. കാരണം എനിക്ക് ലൈഫിൽ നമുക്ക് എനിക്ക് ഈ ചൊടിച്ചാൽ മിണ്ടാതിരുന്നൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഞാൻ തന്നെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ആക്കും. നമ്മൾ ലൈഫിൽ കിട്ടിയ ഭാഗ്യം തന്നെയാണ്. ഞാനിപ്പോഴും അതേ പറയുള്ളൂ. ഇപ്പോഴും എനിക്കും മക്കൾക്കും കിട്ടിയ ഭാഗ്യം തന്നെയാണ് ഏട്ടൻ.
അതിൽ കണ്ണുകടിയുള്ള ആൾക്കാരാണ് നമ്മൾ പിരിയാൻ വേണ്ടി പറയുന്നത്. നമ്മൾ പിരിയില്ല എന്ന് നമ്മൾ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പിരിയില്ല. അതും ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു, പിരിഞ്ഞു, അടിയായി, എന്തോ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, അത് ഷൂട്ടിന്റെ ഒരു മേക്ക് ഓവർ ധീര എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു, വെബ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കരണത്തടിച്ച ഒരു സീക്വൻസിൻ്റെ ഫോട്ടോഗ്രാഫ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ഒരു ഫോട്ടോഗ്രാഫ് ഷെയർ ചെയ്ത് അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം ക്രിസ് തല്ലി, കണ്ടോ കവിളത്ത് പാട്, അവൻ ഭീകരൻ, അവനെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യും, അവൻ മറ്റേ കൊണ്ടടിച്ചു. ഞാൻ പറയുന്നത് നോട്ട് ടു ബി വെരി ബ്രാഷ് അബൌട്ട് ഇറ്റ്, പക്ഷെ ആൾക്കാരെ എന്ത് തോന്നിയ മാസവും പറയാമെന്നുള്ള ലൈസൻസ് ഒന്നും ആരും ദൈവം കൊടുത്തിട്ടില്ല ആർക്കും. അത് പറയുമ്പോൾ തിരിച്ചെന്തെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും മറ്റൊരാളെക്കുറിച്ച് നമ്മൾ പറയുന്ന എന്ത് കാര്യവും തിരിച്ചൊരാൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കണം. ആ നോവ് മനസ്സിലാക്കാത്ത ഒരാൾക്ക് മനുഷ്യൻ എന്നുള്ള പേര് പോലും അർഹിക്കുന്നില്ല. നമുക്ക് തോന്നിയ പോലെ എന്തും പറയാം, പക്ഷേ മറ്റൊരാളുടെ ലൈഫിൽ കയറി എന്തിനാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് എന്നാണ് അല്ലേ? അല്ല, ഈവൻ ഐ എം സെയിങ് ഒരു പേഴ്സണൽ, ഇപ്പോൾ കുഞ്ഞിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഇഫ് യു സേ സംതിങ് ടു അവരെ നോക്കി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചവർ അതേപോലെ എന്തെങ്കിലും പറഞ്ഞാൽ താങ്ങാൻ പറ്റും, അത്രേ പറയാവൂ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല, അത് ലൈഫ് ലോങ് അത് ഹേർട്ടാണ്. അപ്പോൾ അങ്ങനെയൊന്ന് ഈ വിചിന്തനങ്ങളൊന്നും ഈ ഫേസ്ബുക്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കണം എന്ന് പറഞ്ഞ് വൃത്തികെട്ട ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. ഇതൊരു രോഗമാണ്, മാറും, ഗെറ്റ് വെൽ സൂൺ എന്നൊക്കെ ആദ്യം തൊട്ട് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പോഴും പറയുന്നു ഗെറ്റ് വെൽ സൂൺ. ഇപ്പോഴും അങ്ങനെയുള്ള കമന്റ്സും കാര്യങ്ങളും വരാറുണ്ടോ? ഞാൻ പറഞ്ഞ ഇത് 3 ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മക്ക് പോലും വിളിച്ചിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത്. അത് എൻ്റെ നാട്ടിലത്തെ ആൾ തന്നെയാണ്, പറയാനൊന്നുമില്ല, എക്സിൻ്റെ ആൾക്കാർ തന്നെയാണ്, അതൊന്നും പറയാനൊന്നുമില്ല, അത് അറിയാം. എൻ്റെ അമ്മയുടെ പേര് പോലും വെച്ചു, അതാണ് എനിക്ക്. അല്ല, തിരിച്ച് ഞാൻ ചോദിക്കുന്നു, അവരുടെ അമ്മയുടെ പേര് വെച്ചിട്ട് ഇതേപോലെ മോശമായിട്ട് എഴുതി കഴിഞ്ഞാൽ അവർക്ക് താങ്ങില്ല. വേണ്ട, ഞങ്ങൾ ചെയ്യില്ല. എന്തായാലും അവരുടെ അത്രയും തരം തന്നിട്ടില്ല, ഞങ്ങൾ ചെയ്യുന്നില്ല. വർഷങ്ങളോളം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. എന്നിട്ടും ഇങ്ങനെ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് ഇവരെ കണ്ണിൽ വെച്ചാൽ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളാകുമ്പം എന്തോ അങ്ങ് കൊയ്ത് മറിക്കുന്ന ആൾക്കാർ എന്നുള്ള ധാരണയാണ്. ഇവർ എന്തോ മീൻസ് നമുക്കറിയാം എന്താണ് ഇപ്പം എങ്ങനെയൊക്കെ നമുക്ക് എത്ര പോലെ വരുമാനം അതെല്ലാം അറിയാം അല്ല. നമുക്കറിയാം ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ നല്ല പ്രയാസമാണ്, നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ കണ്ണിൽ നമ്മൾ വലിയ എന്തോ ആയി, വലിയ ചാടക്കാരാണ്, അത് ഇത്. അപ്പം നമ്മളെ 2 തെറി പറഞ്ഞാൽ ആൾക്കാർ അത് ശ്രദ്ധിക്കും, ഇന്ന ആർട്ടിസ്റ്റാണ്. ഇപ്പം ആ ഒരു ബേസിലായിരിക്കും ചിലപ്പോൾ ഈ പറയുന്നുണ്ടാവുക, അവർക്കൊരു എന്താണ് ആർട്ടിസ്റ്റിനെ ഞാൻ തെറി പറഞ്ഞല്ലോ, ആ ഒരു ഹുങ്കിലായിരിക്കും ഇവരൊക്കെ ഈ കളിക്കുന്നുണ്ടാവുക. ഇല്ല കേട്ടോ, സാധാരണക്കാർക്കാർക്കും തെറി വരുന്നുണ്ടോ? ഇല്ല. യൂട്യൂബിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആൽഗോരിതം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവിനാണ് കൂടുതൽ പബ്ലിസിറ്റി. അപ്പോൾ ഇപ്പോൾ ഞാൻ ലാലേട്ടനോ മമ്മൂക്കി അവരൊക്കെ അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ജനാർദ്ദൻ ചേട്ടനോ അല്ലെങ്കിൽ അത്ര വലിയ സത്യൻ ചേട്ടനോ ഏത് വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഞാൻ അവരെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലുതായി എന്നുള്ള തെറ്റിദ്ധാരണയാണ് പലർക്കും ഉള്ളത്. ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ജീവിതം ജീവിച്ചവരാണോ ചോദിച്ചാൽ അല്ല. ഞാൻ എന്താണോ ലൈഫിൽ കാണുന്നത്, എന്താണോ നേരിടുന്നത്, അതിൻ്റെ 10% ഇവർ ജീവിച്ചിട്ടുണ്ടാവില്ല. എന്തോ ഇന്നലെ ഒരു ചാനൽ തുടങ്ങി, അതിലെങ്ങനെയോ ഏതെങ്കിലും ഒരു വൃത്തികെട്ട ഒരു വീഡിയോയ്ക്ക് 10-15 ലക്ഷം വ്യൂസ് കിട്ടി. അങ്ങനെ അവരെ പോലത്തെ ഉള്ള തോന്നലുള്ള ആൾക്കാർ അത് കണ്ടു, പൈസ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ വലിയ ആളായി, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസർ ആയിക്കോളൂ. വൈ ഡോണ്ട് യു ബിക്കം എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ്? പക്ഷേ ഞാൻ നെഗറ്റീവേ പറയൂ, ഞാൻ ചീത്തയെ പറയൂ എന്ന് പറയുന്ന ആൾക്കാരോട് അവർ ആ പൈസ എത്ര കാലം നിൽക്കും എന്നുള്ളത്, ഇവർ ജീവിതകാലം മുഴുവനും ഇങ്ങനെ നിൽക്കാൻ പോകുന്നില്ല. ചിലരൊക്കെ അവരുടെ ലാംഗ്വേജ് എല്ലാം ഡിസ്റ്റോർട്ട് ചെയ്ത് ഞാനെന്തോ വലിയ സംഭവമാണ്, നീ പോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ധാർഷ്ട്യമൊക്കെ കാണിക്കുന്നുണ്ട്. തിരിച്ചെന്തെങ്കിലും ഒരു ദിവസം കിട്ടുമ്പോൾ ഇവർക്ക് താങ്ങാൻ പറ്റില്ല. അന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് ഈ പറയുന്ന ഈ പ്രശ്നമുള്ള ആൾക്കാർ നിങ്ങളെ ചീത്ത പറഞ്ഞ് എന്തെങ്കിലും അടി കിട്ടി തളർന്ന് നിങ്ങൾക്ക് വയ്യാണ്ടാവുമ്പോൾ എൻ്റെ അടുത്ത് വരാം. ഐ ക്യാൻ ബി ഓഫ് ഹെൽപ്പ്. കാരണം ഞാൻ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്. മുഴുപ്രാന്താവുന്നതിന് മുന്നേ അവരെ രക്ഷിക്കാൻ പറ്റും. സാറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് തന്നെയാണ്. എന്താണ് അതിൻ്റെ രഹസ്യം? രഹസ്യമൊന്നുമില്ല. ഇത് ആർക്കും വോയിസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ബ്രീതിങ്ങിലാണ് വോയിസ് ഉള്ളത്. ഞാൻ നിയോ സ്കൂള്, ചവറ ഫിലിം സ്കൂൾ, സിഫ അതുപോലുള്ള ഫിലിം സ്കൂൾസിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതല്ലാതെ
ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ കബീർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് പല സ്ഥലത്തായിട്ടും ക്ലാസ്സസ് എടുത്ത് ട്രെയിൻ ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 6000-ഓളം സ്റ്റുഡൻസ് ആയി ഇപ്പോൾ. ഒരു വോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അത് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ബിസി വിത്ത് അതർ വർക്ക്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വോയിസ് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രോപ്പറായിട്ട് ബ്രീത് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഞാൻ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, ബ്രീത് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചുനാൾ തൊട്ട് ബ്രീത് ചെയ്യല്ലേ, പക്ഷേ ശരിയായ രീതിയിൽ ബ്രീതിങ് അറിയാമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഐ സ്റ്റാർട്ട് ഫ്രം ദാറ്റ്. എങ്ങനെ ബ്രീത് ചെയ്യാം, ആ ബ്രീത് ചെയ്യുമ്പം ആ ബ്രെത്തിലാണ് ശബ്ദമുള്ളതെന്നുള്ളത് മനസ്സിലാക്കി എങ്ങനെ ഓരോ ഇമോഷൻസ് കൊണ്ടുവരാം, ഇതാണ് പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ടെക്നീക്കാണ്, ജീവിക്കാൻ ജീവിതശൈലിയിലുള്ളൊരു ടെക്നീക്കാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയും, കുഞ്ഞുമോൾ ഓൺ വോയിസ് ചെയ്താൽ ഗംഭീരമായിരിക്കും എന്ന് പണ്ട് പറയുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഓൺ വോയിസ് ചെയ്യുന്നുണ്ട്. ഓൺ വോയിസ് ഡബ്ബിംഗ് അല്ല, ഇപ്പോൾ സിങ് സൗണ്ട് ആയത് കാരണം ആ സീരീസിലൊക്കെ സ്വന്തം വോയിസാണ്. ആൾക്കാർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. സോ ഇറ്റ് ഈസ് ഇൻ എ വേ നമുക്കതൊരു നന്മയെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സ്വന്തം വോയിസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് പഠിപ്പിക്കാനുള്ളൊരു ശ്രമം അത് തുടങ്ങിയിട്ട് 2015 മുന്നേ തുടങ്ങിയതാണ്. അതിങ്ങനെ നടക്കുന്നു. നമ്മൾ ഡെയിലി കാണുന്ന ആഡ്സിലൊക്കെ കേൾക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒന്ന് പറയാമോ? യു ആർ വാച്ചിങ് അമൃത TV. അപ്പോൾ പല രീതിയിൽ പറയാം. ഞാൻ യൂഷ്വലി എല്ലാം സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ചെയ്ത് അങ്ങനെ കാണിക്കുന്നതിന് പകരം ഈ പ്രാവശ്യം ലെറ്റ് ദെയർ ബി എ ഡിഫറൻസ്. ഇപ്പോൾ വളരെ ബേസി ആയിട്ട്, അതായത് രാത്രി സമയത്ത് നമുക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈനറാണെന്നുണ്ടെങ്കിൽ യു ആർ വാച്ചിങ് അമൃത TV, അതായിരിക്കും രാത്രി കാലത്ത് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെ ഒരു പെപ്പി മോർണിംഗ് ഷോ അതിൻ്റെ ലൈനറാണെന്നുണ്ടെങ്കിൽ യു ആർ വാച്ചിങ് അമൃത TV എന്നായിരിക്കും ഒരു മോർണിംഗ് ഇത് വരിക. ഒരു മിഡ് മോർണിംഗ് കുക്കറി ഷോ അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ യു ആർ വാച്ചിങ് അമൃത TV. ഇങ്ങനെ നമുക്ക് ഡേ പാർട്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഒരു സെൻറ്റൻസിന് തന്നെ നമുക്ക് എത്ര മോഡുലേഷനിൽ പറയാൻ പറ്റും? ലക്ഷക്കണക്കിന് നമുക്ക് മോഡുലേഷൻ ചെയ്യാൻ പറ്റും. അത് ഇതിപ്പോൾ ഹൈ പെപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ഒരു റോക്ക് ഷോ ടൈപ്പ് യു ആർ വാച്ചിങ് അമൃത TV എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നിർത്താം. ഏത് ടൈപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതിന് 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ ടൈപ്പിൽ വോയിസസ് മാറ്റി ചെയ്യാം. നോ പ്രോബ്ലം. നമുക്ക് മലബാർ ഗോൾഡ്സിൻ്റെ മലബാർ ഗോൾഡൻ ഡയമണ്ട് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഇത് ആദ്യം തുടങ്ങിയപ്പോൾ ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി ആയിരുന്നു. അപ്പം അന്ന് മലബാർ ഗോൾഡ് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്നായിരുന്നു. അതിനുശേഷം സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫായി. പിന്നെ ചെയ്തിട്ടുള്ള എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ജോയേട്ടൻ്റെ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ, പിന്നെ ആസ്റ്റ കെയർ ബിയോണ്ട് ബൗണ്ടറീസ്, ആസ്റ്റ ഫാർമസി. അപ്പം അങ്ങനെ കുറേ ക്ലയൻസ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഇപ്പം ഞാൻ എടുത്ത് പറയുന്നു, ഞാൻ ഇൻ്റർവ്യൂസിൽ ഞാൻ എടുത്ത് പറഞ്ഞില്ല, ജെന്നി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. ജെന്നി ചേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കാം. ജെന്നി ഫ്ലവേഴ്സ്, ദുബായിലുള്ള എല്ലാവർക്കും അറിയാം ജെന്നി ഫ്ലവേഴ്സ് ആരാന്നറിയാം. ജെന്നി ജോസഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഞാൻ ഷോ ചെയ്ത് തുടങ്ങി 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസമോ എനിക്ക് നിൻ്റെ ശബ്ദം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് വിളിച്ച് സംസാരിച്ച ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഐ റിയലി ഫീൽ ഹീസ് വൺ ഓഫ് ദ വെരി ഫ്യൂ പീപ്പിൾ ഹു ഐഡൻറ്റിഫൈഡ് എൻ്റെ വോയിസിൽ റേഡിയോയിൽ കൊള്ളാം എന്ന് പറഞ്ഞൊരാളാണ്. ഇപ്പം റീസെൻ്റായിട്ട് പോലും ആ ശബ്ദം കൊണ്ടുള്ള ആ ബന്ധം ജനിച്ചായൻ മെസ്സേജ് അയച്ചു. ജനിച്ചായൻ്റെ ബർത്ത്ഡേ 2 ദിവസം മുന്നേ ആയിരുന്നു. വിഷ് ചെയ്തപ്പം താങ്ക് യു, ഇത്രയും ഇതായി ഞാൻ അറിഞ്ഞില്ല, തെലുങ്കിൽ അഭിനയിക്കണത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിരുന്നു. ഹി സ്റ്റിൽ കീപ്സ് ഇൻ ടച്ച്. അപ്പോൾ എവിടെയോ ശബ്ദം കൊണ്ട് ഒരു 6000 മക്കളും ഒരു 10,000-15,000 റിലേറ്റീവ്സും ഉണ്ടാക്കി വെച്ചതാണ്. അതാണ് എൻ്റെ നേട്ടം എന്ന് പറയാം. ഈ സൗണ്ടൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഷൂട്ടിന് പോയപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചല്ലോ, എന്നെ അറിയോ, കേട്ടിട്ടുണ്ടോ, ശബ്ദം കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചപ്പോഴാണ് അയ്യോ അത് നിങ്ങളായിരുന്നു ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്ത കാസർഗോഡ് എംബസിയിൽ കബീർ സിംഗിന് വോയിസ് ചെയ്തു. അതെനിക്ക് പോലും മനസ്സിലായില്ല, അതായിട്ടാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല, ബിക്കോസ് അത് മുഴുവനും കന്നഡ മിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ഈ ഡബിങ് ഡയറക്ടർ ഉണ്ടാവുമല്ലോ സ്റ്റുഡിയോയിലുള്ള, ഹി ഹെൽപ്പ് മീ അലോട്ട്. ലാംഗ്വേജ് കറക്റ്റ് ചെയ്യാനും അതൊക്കെ നല്ല ഹെൽപ്പായിരുന്നു. അത് ഐ വുഡ് സേ നല്ലൊരു പ്രൊഡക്ഷൻ ആയിരുന്നു.
അതിന് മിക്സ്ഡ് റിവ്യൂസാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഐ റിയലി ഫീൽ ദാറ്റ് ഇറ്റ്സ് എ വെരി വെൽ ഡൺ. ആരും പറയാത്തൊരു കഥ. കാസർഗോഡ് എംബസി എന്ന് പറയുന്നത് നമ്മൾ ഈ കള്ള പാസ്പോർട്ടിൻ്റെ കഥ പറയുന്ന ഒരു സ്റ്റോറി ലൈൻ. വെരി നൈസ്. എനിക്കത് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. പിന്നെ റീസെൻ്റായിട്ട് ചെയ്ത ആഡ്സിൽ കളിയ TMT, അപ്പോൾ അങ്ങനത്തെ അതും ഇപ്പോഴും കമേഴ്ഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് ഇതുവരെ? ലാസ്റ്റ് എനിക്ക് ഓർമ്മയുള്ളൊരു റഫ് കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 27,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. 27,000 വരെ ഞാൻ ചെയ്തത്. അതിനുശേഷം എത്ര ചെയ്തു? ഓ, അതിനുശേഷം നമ്മൾ കല്യാണം കഴിഞ്ഞ ശേഷം തന്നെ എത്ര ചെയ്തു? ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാ മാസവും പുതിയ ഡെയിലി സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ അലി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്, അലിയുടെയും ബർത്ത്ഡേ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ആയിരുന്നു. അലി ഈസ് എ വെരി ഗുഡ് ആഡ് മേക്കർ. അലി എപ്പോൾ വോയിസ് ഞങ്ങൾ ആദ്യം അറബിക്കിൽ കുറച്ച് നേരം സംസാരിച്ചിട്ട് അതൊരു രസമാണ്. ഞങ്ങൾ അങ്ങനെ സംസാരിക്കും. കോൾ വന്നു കഴിഞ്ഞാൽ അറബിക്കിലാണ് സംസാരിക്കുക. ഹെഫ ലക്ഷ അഖ്ബാർ അക്ഷ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ് അലി പറയും അയച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് അയച്ചിട്ടുണ്ട്, വോയിസ് വേണം. അങ്ങനെ നിഷ്കയുടെ കോർപ്പറേറ്റ് വീഡിയോ, അവരുടെ ആഡ്സ്, അങ്ങനെ കുറേയൊക്കെ ഇപ്പോൾ റീസെൻ്റ്. എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ചെയ്യാറുണ്ടോ? കാരണം ഇങ്ങനെ ഈ മോഡുലേഷൻ സാറിൻ്റെ തന്നെ ഇതിലേക്ക് പറയണോ, അവരിങ്ങനെ സജസ്റ്റ് ചെയ്യൂ ഇങ്ങനെ ഈ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ക്ലയൻസിന് ഇപ്പോൾ പിസ്സ ഹട്ടിൻ്റെ ഒരു ഓൺലൈൻ ആഡ് ചെയ്തിരുന്നു. പിസ്സ ഹട്ടിന് ചെയ്താൽ അവർക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്തതിൻ്റെ ഓപ്ഷൻസിൽ നിന്ന് അവർ പിക്ക് ചെയ്തോളും. അല്ലാത്തത് യൂഷ്വലി നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ ഒരു ഫീൽ ഇപ്പോൾ ഒരു വിശ്വാസമാണല്ലേ? അത് നമ്മൾ ചെയ്ത് നമുക്ക് അങ്ങ് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് കരയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ടൈപ്പ് കരച്ചിലാണെന്നുള്ളത് സീൻ വെച്ച് നോക്കിയിട്ട് കരയാൻ തുടങ്ങും. അല്ല, സീനിൽ ഇപ്പോൾ ഡയറക്ടറിന് വന്നിട്ട് ഇങ്ങനെ കരയുന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇമോഷണലായിട്ട് ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരണോ വേണ്ടേ എന്നുള്ളത് വരെ നമുക്ക് തീരുമാനിക്കാം ആസ് എൻ ആക്ടർ. ഇത് ഞാൻ വോയിസ് ആക്ടറാണ്, അപ്പോൾ ശബ്ദത്തിൽ എങ്ങനെ വേണം എന്നുള്ളത് അങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഐ തിങ്ക് ഐ ഹവ് ഡൺ ജസ്റ്റിസ് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ. അതിൽ തെറ്റ് പറയില്ല. ഇപ്പോൾ ചില സമയത്ത് ഐ ഫീൽ ബാഡ് വെൻ ഐ ഹിയർ തെറ്റായ വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വോയിസ് ആർട്ടിസ്റ്റിനോട് ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്താണ് ഈ വാക്കിൻ്റെ ശരിക്കുമുള്ള ഉച്ചാരണം എന്നറിയുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ANAND എങ്ങനെ വായിക്കും? ആനന്ദ്. അപ്പോൾ അനന്ത് എങ്ങനെ എഴുതും? രണ്ടും അത് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ആനന്ദ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പേര് ഞാൻ പോയി സ്റ്റേജിൽ അനന്ത് നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വരില്ല. സോ അങ്ങനെ തെറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. ഐഡിയലി ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എല്ലാ സ്റ്റുഡിയോയിലും ഒരു സ്റ്റൈൽ ബുക്ക് വേണം. ഈ വാക്കുകൾ ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു കോമൺ ഒരു സ്റ്റൈൽ ബുക്ക് വേണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ്. അതെല്ലാം മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് അങ്ങനെയൊക്കെ വേണം എന്നാണ് വൈപ്പ്. പക്ഷേ ഇപ്പോഴും ഉണ്ടാവാറില്ല. മലയാളത്തിൻ്റെ ഒരു പോരായ്മയാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് സ എന്നുള്ള വാക്കില്ല. മറാഠിയിലും ഇംഗ്ലീഷിലും അറബിക്കിലും എല്ലാം സ ഉണ്ട്. അപ്പോൾ ആ പേരുകൾ നമ്മൾ തെറ്റിച്ചല്ലേ പറയണേ. ആസിഫ് അലി സർദാരിക്ക് ആസിഫ് അലി സർദാരി എന്ന് പറഞ്ഞ അയാളല്ല അല്ലേ. സർദ എന്നുള്ള വാക്ക് സർദ എന്ന് തന്നെ പറയണം. സിബ്ര എന്ന് പറയണത് സീബ്രയ്ക്ക് പകരം സീബ്ര എന്ന് പറഞ്ഞാൽ അത് ആനിമൽ പോലും മാറിപ്പോകല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈൽ ബുക്കിനകത്ത് നമുക്ക് ഏത് വാക്ക് എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ നാളത്തേക്ക് നല്ലതാണ്. ബിക്കോസ് വൺ വേർഡ് വി സേ അത് തെറ്റായി വരും. ബാക്കി ഇതെല്ലാം ആൾക്കാർ കേട്ട് ഇതെല്ലാം തെറ്റ് പറയും. ചോദിക്കുമ്പോൾ പറയും ആ TV-യിൽ അവരിങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയും. പഠിപ്പിക്കുന്നത് പോലും ആ ഒരു ഇതിലേക്കല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരുന്നാലും മലയാളം ലാംഗ്വേജ് ആയിരുന്നാലും അതിന് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നതിന് പകരം പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർ പറയുമായിരിക്കാം. പക്ഷെ അതിൽ ഐ റിയലി റെസ്പെക്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തൊരു സീരിയലിനകത്ത് ഇംഗ്ലീഷ് ചെയ്ത് മുഴുവനും പഠിച്ച് ഗംഭീരാക്കി. ഇവിടെ നിന്നായിരുന്നോ കോച്ച്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യം പറഞ്ഞതാണ് എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലാന്ന്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ഡയറക്ടർ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സൊക്കെ എഴുതിക്കോട്ടെ കുറച്ച്. ഞാൻ പറഞ്ഞിട്ട് മുന്നേ ഞാൻ പഠിക്കാൻ പറഞ്ഞു. ഇത് വായിലേക്ക് വരണ്ടേ, ഇതെങ്ങനെ? എനിക്ക് മലയാളേ ഞാൻ സംസാരിക്കുമ്പോൾ കൊഞ്ഞ് പോലെ സംസാരിക്കുന്ന എല്ലാവരും. അത് ശരിയാണ്, എനിക്ക് അത്യാവശ്യം നല്ല കൊഞ്ഞുണ്ട്. അപ്പോൾ എനിക്ക് അക്ഷരങ്ങളങ്ങ് കറക്റ്റ് വരില്ല, ശ്രദ്ധിച്ചൊക്കെ പറയണം. ഇംഗ്ലീഷ് ആകുമ്പോൾ ഒട്ടും വരുന്നില്ല. എൻ്റെ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഇതിൻ്റെ അർത്ഥം പറ, ഇതെങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇതിൻ്റെ ഉച്ചാരണമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞതാ. പക്ഷെ പറഞ്ഞു കേട്ടോ, നന്നായിട്ട് ചെയ്തു. ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ആത്മഹത്യയെക്കുറിച്ച്? ഇങ്ങനെ തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറ്റിക്കുന്ന പോലും നമ്മൾ അറിയില്ല. അത്രയും ഒരു പക്വത എത്തിക്കഴിഞ്ഞാൽ സിനിമയിലേക്കോ ആർട്ട് ഫീൽഡിലേക്കോ വരുന്നതിൽ തെറ്റില്ല. ക്ലോസ് ഷോട്ടിന് വേണ്ടിയിട്ട് ഒരു ബേബി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാട് വീഴാത്ത ദിവസങ്ങളുണ്ടാവില്ല, പൊള്ളും, സ്കിന്ന് പൊള്ളും. അതിൻ്റെ മേളിൽ നമ്മൾ ഈ 3-4 ലെയർ മേക്കപ്പ് ചെയ്ത് വേർത്ത് കുളിച്ച് അത് നമ്മൾ സ്പഞ്ച് ചെയ്ത് തലയിൽ വേർത്തിറങ്ങി ചുമച്ച് വയ്യാണ്ട് കിടന്നാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. അവർക്കത് സിനിമയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നു, അവർ കാണിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈ ടെമ്പറമെൻ്റൽ ഡിഫറൻസ് മനസ്സിലാക്കാതെ നമ്മൾ വിരലെടുത്തങ്ങ് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവനൊക്കെ ഒരു സിനിമ ഇവരെടുക്കട്ടെ. ഭംഗിയത് അതൊരു വേറെ സ്റ്റൈലാണ്. എന്തായാലും വട്ടല്ലേ, കുറെ ആരാധികന്മാര് കാത്തിരിക്കല്ലേ ക്യാരക്ടർ കഴിഞ്ഞിട്ട് നോക്കാം. ഡാഡി മുറിച്ചിട്ടായിട്ട് ഡൈറ്റ് എടുക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.